2011-16 കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിനെ ഏറ്റവും കൂടുതൽ നാണക്കേടിലേക്ക് ആഴ്ത്തിയ വ്യക്തിയാണ് കെ എം മാണി. കെ എം മാണിയുമായി ബന്ധപ്പെട്ട ബാർക്കോഴ വിവാദ കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ തോതിൽ ഉമ്മൻചാണ്ടി സർക്കാരിനെ താഴേക്കിറക്കാൻ കാരണമായി. ഒരുപക്ഷെ ഇടതുപക്ഷം സമരായുധമാക്കി മാറ്റിയതും അതുതന്നെയാണ്. വി എസ് അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവ് ആയിരുന്ന സമയം കൂടിയാണ്. ഒന്ന് ഓർക്കണം, മൂന്നാമത്തെ ടേമിലാണ് പ്രതിപക്ഷ നേതാവായി വി എസ് അച്യുതാനന്ദൻ 2011 എത്തുന്നത്. അന്ന് അദ്ദേഹത്തിന് 86 വയസ്സാണ്. അന്നാണ് കൃത്യമായ ചടുലമായ നീക്കങ്ങൾ, പ്രത്യേകിച്ചും ഉമ്മൻചാണ്ടി ഭരണത്തിൽ ഏറ്റവും കൂടുതൽ അഴിമതി ആരോപണം നേരിട്ട വ്യക്തി കെ എം മാണിയാണ്. സാധാരണയായി വി എസ് അച്യുതാനന്ദൻ ഏറ്റവും കൂടുതൽ ആക്രമിച്ചിരുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടിയെയും അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള UDF-ലെ നേതാക്കളെ കടന്നാക്രമിച്ചിട്ടുണ്ട്. സൂര്യനെല്ലി വിഷയവുമായി ബന്ധപ്പെട്ട് PJ കുര്യനെതിരെ ശക്തമായ ആരോപണവുമായി മുന്നോട്ട് പോകുമ്പോഴും അത് കോൺഗ്രസിന് വലിയ ക്ഷീണം തന്നെയായിരുന്നു. പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ടത്, വലിയ തോതിൽ ഇപ്പോൾ ഇടതുപക്ഷവുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്ന കേരള കോൺഗ്രസ് എമ്മിന് വാസ്തവത്തിൽ ഇടതുപക്ഷവുമായി സഹകരിക്കാനുള്ള ഒരു രീതിയിലുള്ള അവകാശവുമില്ല. UDF-ൽ തിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പല കുറി ഉയരുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ UDF-ലെ പല നേതാക്കളും പറയുന്നത് ജോസ് കെ മാണിയെയും അതിനകത്തുള്ള പ്രധാനപ്പെട്ട നേതാക്കളെയും ചുമക്കേണ്ട കാര്യമില്ല, വിഴുപ്പ് ചുമന്ന് നാണം കെടേണ്ട കാര്യമില്ല. അങ്ങനെ നാറി നാണം കിട്ടാൽ UDF അപ്രപാളികളിലേക്ക് പോകും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. കാരണം അത്രയേറെ മലീരസമായൊരു പാർട്ടിയാണ് കേരള കോൺഗ്രസ് എം. മധ്യ തിരുവിതാംകൂറിൽ അവരുടെ സഹായമില്ലാതെ കോൺഗ്രസ്സിന് തിരിച്ചു വരാൻ കഴിയും എന്ന ഒരു ധ്വനി ഇപ്പോൾ ചാണ്ടി ഉമ്മനിലൂടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു. ഒരുപക്ഷെ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ പോലും അവിടെ ഇത്രയധികം ഹൈപ്പ് കോൺഗ്രസ്സിന് ഈ കോട്ടയം മേഖലയിൽ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒന്നോർക്കണം, രമേശ് ചെന്നിത്തല മുൻപ് കോട്ടയം MP ആയിട്ടുണ്ട്. കോട്ടയം നിയമസഭാ മണ്ഡലത്തിൽ പ്രതികരിക്കുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. പുതുപ്പള്ളി പ്രതികരിക്കുന്നത് ചാണ്ടി ഉമ്മനാണ്. ഇതൊക്കെ ശരിയാണ്. പക്ഷേ കോട്ടയം ജില്ലയിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രാതിനിധ്യം ഒരു ഹൈപ്പ് ഉണ്ടാക്കിയെടുത്ത് UDF-നെ സംബന്ധിച്ചിടത്തോളം UDF എന്ന് പറഞ്ഞാൽ കോട്ടയം ജില്ലയിൽ കേരള കോൺഗ്രസ് എം ആണ് എന്ന് ഒരു ധ്വനി ഉണ്ടാക്കാൻ കെ എം മാണിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് പക്ഷേ കെ എം മാണിയുടെ മരണത്തോടുകൂടി ഒന്നുമല്ലാതായിരിക്കുന്നു. ആ പാർട്ടി പിച്ച് ചീന്തപ്പെട്ടിരിക്കുകയാണ്. ജോസ് കെ മാണിയെ നാട്ടുകാർ കണ്ടം വഴിയാണ് തല്ലി ഓടിച്ചിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം അദ്ദേഹം ഇനി എവിടെ നിന്നാൽ, കേരളത്തിൽ എവിടെ നിന്നാൽ 8 നിലയിൽ പൊട്ടും എന്നുള്ളതിന് സംശയമില്ല. UDF-കാരും LDF-കാരും ഒരുപോലെ കൈയൊഴിഞ്ഞ വ്യക്തിയാണ് ജോസ് കെ മാണി. ഇനി ആകെ അഭയം NDA-യിലേക്ക് ചെന്നാൽ മാത്രമാണ്. ജോസ് കെ മാണിക്ക് അറിയാം, തന്നോടൊപ്പം ഒരു നക്കിപ്പൂച്ച പോലും തൻ്റെ കൂടെ NDA-യിലേക്ക്, അതായത് BJP-യുടെ ഘടകകക്ഷിയാകാൻ തയ്യാറെടുക്കില്ല.